നമസ്കാരം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പകപോക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് പല മടങ്ങായി തിരിച്ചടച്ചേ തീരുവെന്ന് കേന്ദ്രം വീണ്ടും അറിയിച്ചിരിക്കുന്നു. നാളിതുവരെയുള്ള നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണിത്. VGF ഒറ്റത്തവണ ഗ്രാന്റായി നൽകുന്നതാണ്, വായ്പയല്ല. VGF സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സംയുക്തമായി നൽകാൻ തീരുമാനിച്ചതാണ്. കേന്ദ്ര വിഹിതം 817.8 കോടിയും സംസ്ഥാന വിഹിതം 817.2 കോടിയുമാണ് കേന്ദ്രം നൽകുന്ന തുക. തുറമുഖ കമ്പനിക്ക് ലാഭവിഹിതം ലഭിച്ചു തുടങ്ങുമ്പോൾ 20% വെച്ച് കേന്ദ്രത്തിന് സംസ്ഥാനം നൽകണം എന്നതാണ് വ്യവസ്ഥ. ഇപ്പോൾ നൽകുന്ന തുക 817.8 കോടിയാണെങ്കിൽ ഏതാണ്ട് 10,000 മുതൽ 12,000 കോടി രൂപയായി തിരിച്ചടക്കേണ്ടി വരും. കേന്ദ്ര അവഗണനയ്ക്ക് മുന്നിൽ കണ്ണടച്ച് ഇരിക്കരുത്. മറ്റു സംസ്ഥാനങ്ങളിൽ ഭരണത്തിലുള്ളവരും ഇല്ലാത്തവരും സംസ്ഥാന താല്പര്യത്തിനൊപ്പം നിൽക്കും. സംസ്കാര സമ്പന്നരാണെന്ന് അഹങ്കരിക്കാറുള്ള നമുക്ക് ഇതുപോലൊരു കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കാനാകുന്നുണ്ടോ? കേന്ദ്ര സർക്കാർ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് സഹായം നിഷേധിക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുകയാണോ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് BJP ചെയ്യേണ്ടത്? പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് തയ്യാറാക്കാൻ 3 മാസമെങ്കിലും വേണം. ഇതിനുള്ള മാർഗനിർദ്ദേശം വന്നത് ഓഗസ്റ്റ് 14-നാണ്. വിദഗ്ധ സംഘത്തെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ 585 പേജുള്ള റിപ്പോർട്ട് നവംബർ 13 നൽകി. കേരളമാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ആദ്യം നൽകിയത്. മുണ്ടകൈക്ക് 2221 കോടിയും വിലങ്ങാടിന് 98.1 കോടിയുമാണ് കണക്കാക്കിയത്. ജൂലൈയിൽ ഹിമാചൽ പ്രദേശിലും ഒക്ടോബറിൽ സിക്കിമിലും ദുരന്തമുണ്ടായപ്പോൾ അവർ PDN തയ്യാറാക്കിയത് 3 മാസം കഴിഞ്ഞാണ്. ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ വയനാടിന്റെ അത്രയും തീവ്രതയില്ലാത്ത ദുരന്തങ്ങൾ ഉണ്ടായിട്ടും വളരെ വേഗം കേന്ദ്ര സഹായം എത്തി. മഴക്കെടുതി ഉണ്ടായ ത്രിപുരയ്ക്ക് 40 കോടിയും പ്രളയമുണ്ടായ ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്കും 3448 കോടിയും നൽകി. ദുരന്തമുണ്ടാകും മുമ്പ് മുൻകരുതലായി ബീഹാറിന് 11,500 കോടി പ്രഖ്യാപിച്ചു. അതേ കേന്ദ്ര സർക്കാരാണ് കേരളത്തെ അവഗണിക്കുന്നത്. പ്രളയ ദുരിതം നേരിടാനുള്ള സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ ബീഹാർ, അസം, ഹിമാചൽ പ്രദേശ്, സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളെ മാത്രമാണ് പരിഗണിച്ചതെന്നും റിപ്പോർട്ടുകളിലൂടെ നാം അറിഞ്ഞ കാര്യമാണ്. രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന സഹായം നമുക്ക് കിട്ടുന്നില്ല. സഹായം LDF-നല്ല കിട്ടുന്നത്. ഇപ്പോൾ LDF സർക്കാരാണെങ്കിലും സഹായം ലഭിക്കുന്നത് നമ്മുടെ നാടിനാണ്. സഹായം ലഭിച്ചാൽ ചിലവഴിക്കുന്നതും നാടിന് വേണ്ടിയാണ്. നാടിന്റെ പ്രശ്നങ്ങളിൽ ഒന്നിച്ചു നിൽക്കാനാകണം. ഒരുമിച്ച് ശബ്ദമുയർത്താനും പ്രതികരിക്കാനും നമുക്ക് ആകണം.